ഞാൻ എന്ത് ചെയ്യുന്നില്ലേ? ഞാൻ മൂത്തടിച്ചിട്ട് ബോധം കെടുത്തിക്കോ. മൂത്തടിച്ചിട്ട് ഞാൻ എന്താക്കും, തിരിച്ചു കൊണ്ടുവരാൻ നോക്കും. മുഖത്ത് ഒറ്റടിക്കും. എന്നിട്ടൊരു എന്താ പറയാ, വല്ല ഇതില്ലേ കുന്തം പോലത്തെ സാധനം വടി 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 അതില്ലേ ഒലക്ക, അത് വെച്ച് ഞാൻ തലക്കടിക്കും. ഇവളുടെ താഴെ 3 പേരുണ്ട്. അതിനെന്തായാലും ഒരു കുറവും വരുത്തിയില്ല. കൊറേ എണ്ണത്തിനെ പറ്റൂട്ടി. പലരും എന്നോട് ചോദിച്ചു എന്താണ് അതിലൂടെ നിങ്ങളോട് ഇത്ര വെറുപ്പെന്ന്. ഞാൻ അവരെ വീഡിയോ ചെയ്തപ്പോൾ കമന്റ്സ് ആയിട്ടും ഇൻബോക്സിലും എനിക്ക് കുറെ പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ മറുപടി അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഇനിയും തോന്നാതിരിക്കുന്ന ആളുകളോട് ഞാൻ പറയാണ്, ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് എനിക്ക് അവരോടുള്ള വെറുപ്പ്. എനിക്ക് അതായത് ആ കുട്ടികളുടെ നിലപാടിനോട്, ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ട് താമസിക്കുന്നവരോട് ഒന്നും എനിക്ക് വിരോധമില്ല. പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് അവരോട്, ആ 2 വ്യക്തികളോട് വിരോധമില്ല. പക്ഷെ അവരുടെ നിലപാടുകളോട് നല്ല വിരോധമുണ്ട്, നല്ല ദേഷ്യമുണ്ട്. ബിക്കോസ് ഞാൻ എന്തൊരു ഫാദറായിട്ട് നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ വക മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ നോവും. കാരണം ഇത് വേറെ ആരെയും പറഞ്ഞതല്ല, സ്വന്തം ഉമ്മാനെയോ ആയിരിക്കാം പറഞ്ഞത് ഞാൻ ഉദ്ദേശിക്കുന്നു. അതെ, അത് തന്നെയാണ്. കുറെ പെറ്റ് കൂട്ടിയിട്ടുണ്ട്. ആര്? ഈ പറഞ്ഞ നൂറയും അവർ തന്നെയല്ലേ പെറ്റത്, അല്ലെ? കുറെ പെറ്റ്, അതായത് അവരുടെ മാതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലെത്തിയ കാര്യങ്ങൾ. നിങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അവർ എതിര് നിന്നിട്ട് മാന്യമായിട്ട് നിങ്ങൾ ഇറങ്ങാം. പിന്നെ ഒരു സംസാരത്തിനും അവിടെ ആവശ്യമില്ല. മനസ്സിലായോ? അതായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് പകരം ഇന്റർവ്യൂവിലും വന്നിട്ട് സ്വന്തം തള്ളയും തന്തയൊക്കെ ഇങ്ങനെ പറയാന്ന് വെച്ചാൽ വളരെ ക്രീപ്പായിട്ടുള്ള കാര്യമാണ്, വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. ഇതിന് ഒരു രീതിയിലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നെ സമയത്തുള്ള കാര്യം ഞാൻ പറഞ്ഞു, നാട്ടുകാരെ കാര്യം എനിക്കറിയില്ല. ഈ കാരണം കൊണ്ട് തന്നെയാണ് ആദിലും നൂറയും എന്ന 2 വ്യക്തികളോട് എനിക്കുള്ള വെറുപ്പ്.